ഹായ് ഓൾ. ഇതിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ലെക്ചർ പ്ലാനിൻ്റെ ഒരു മോഡലാണ്. ഇപ്പം നമ്മൾ ലെക്ചർ പ്ലാൻ എഴുതുന്ന സമയത്ത് യൂഷ്വലി ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലം അതിൻ്റെ ഡേറ്റ് ഇടലും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അപ്പം ഇത് എക്സലിലാണ് ചെയ്യുന്നത്. എക്സൽ വെച്ച് അതൊന്ന് കുറച്ച് കുറച്ച് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഇതാണ്. സപ്പോസ് എനിക്ക് ഒരാഴ്ചയിൽ യൂഷ്വലി വരുന്നത് 3 അല്ലെങ്കിൽ 4 അവേഴ്സ് ആയിരിക്കും. ഇപ്പോൾ സപ്പോസ് 4 അവറാണെന്ന് വിചാരിക്കുക. മൺഡേ 3rd അവർ ഉണ്ടെന്ന് വിചാരിക്കുക. വെനസ്ഡേ 2nd അവർ, തേഴ്സ്ഡേ 5th അവർ, സാറ്റർഡേ 1st അവർ. ഇങ്ങനെയാണ് എനിക്കുള്ളതെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ചെയ്യുന്നത് യൂഷ്വലി വീക്ക് മെർജ് ചെയ്താണ് സെല്ലിടുന്നത്. ദിസ് വിൽ ബി ദ ഫസ്റ്റ് വീക്ക്. അപ്പോൾ ഇനി റിമൈനിങ് ഉള്ള ഇപ്പോൾ 14 വീക്സ് ആണെങ്കിൽ ഇടാനായിട്ട് നമ്മൾ വീണ്ടും മെർജും ടൈപ്പ് ഒന്നും ചെയ്യണ്ട. ക്യാൻ സിംപ്ലി ഡ്രാഗ് ഇറ്റ്. സോ 14 വീക്സ് ക്ലിയർ ആയിട്ടുണ്ട്. സിമിലർലി സീരിയൽ നമ്പറിൻ്റെയും ഡ്രാഗ് ചെയ്തിടാം, ചെയ്യാവുന്നതാണ്. ഇനി സിമിലർലി അവറിൻ്റെ കേസ് വരുന്നിടത്തും എല്ലാ വീക്കിലും ഈ സെയിം അവേഴ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ചെയ്യാവുന്നത് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ചെയ്യാവുന്നത് ക്യാൻ പുട്ട് ആൻ ഈക്വൽ ടു സിമ്പിൾ ആൻഡ് സെലക്ട് ദ ഫസ്റ്റ് അവർ, ദാറ്റ് ഈസ് 3rd അവർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് 3 കഴിഞ്ഞ് വരുന്നത് 2 ആയിരിക്കും. ഈക്വൽ ടു നെക്സ്റ്റ് കോളം ഈക്വൽ ടു 5 ഈക്വൽ ടു 1. ഇത്രയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് ഉള്ള കോളത്തിന് നിങ്ങൾക്ക് ജസ്റ്റ് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് ദ അവേഴ്സ് ഫോർ എൻ്റെ സെമസ്റ്റർ. ഇത് അതേപോലെ നമുക്ക് കിട്ടും. ഇനി മെയിൻ ഒരു അല്ലെങ്കിൽ TDS ജോബ് എന്ന് പറയുന്നത് ഡേറ്റ് ഇടുന്ന പ്രോസസ്സാണ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ സപ്പോസ് 1 ഡേ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്നത് ഈ കോളം സെലക്ട് ചെയ്യുക, ഫോർമാറ്റ് സെൽസ് എന്നുള്ളത് കൊടുക്കുക, അതിൻ്റെ ഫോർമാറ്റ് ഡേറ്റ് ആക്കി സെറ്റ് ചെയ്യുക. ഡേറ്റിൽ നമുക്ക് ഒരുപാട് പാറ്റേൺസ് ഉണ്ട്, ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇപ്പം വിത്ത് ഡേ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു പാറ്റേൺ സെലക്ട് ചെയ്തു. സോ ഇനി അതിൽ ഡേറ്റ് ഇടുന്നത് 17/8/2020. ഇപ്പം മൺഡേ ആണ്, 17th വന്നു. സോ നെക്സ്റ്റ് വെനസ്ഡേ ആണെന്നുണ്ടെങ്കിൽ 19/8/2020. സോ അത് വന്നു. വെനസ്ഡേ, തേഴ്സ്ഡേ ആണെങ്കിൽ 20/8/2020. ആൻഡ് ലാസ്റ്റ് പറയുന്നത് ഇപ്പോൾ സാറ്റർഡേ ആണെന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 22/8/2020. അപ്പം ഫസ്റ്റ് വീക്കിന് നമുക്ക് കിട്ടി. ഇനി ഇതുപോലെ എൻ്റെ സെമസ്റ്ററിന് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ള് താഴോട്ട് ടൈപ്പ് ചെയ്യാണ് വേണ്ടത്. അത് ഈ പറഞ്ഞ പോലെ ഇരുന്ന് ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ അവിടെയും നമുക്കൊരു ഫോമുല അപ്ലൈ ചെയ്യാം. ഈക്വൽ ടു ഫസ്റ്റ് മൺഡേയുടെ വീക്ക് സെലക്ട് ചെയ്യുക, പ്ലസ് 7 days ആയിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് ഡേ വരുന്നത്. സോ ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് ഡേറ്റ് കിട്ടി. ഇനി ഫോമുലയും ടൈപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് യു ക്യാൻ ഡ്രാഗ് ഇറ്റ്. സോ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് എൻ്റെ സെമസ്റ്ററിനുള്ളത് ഡേറ്റ് വന്നോളൂ. ഓക്കെ, സോ ടോപ്പിക്ക് എല്ലാവരുടെയും കയ്യിലുണ്ടാവും. ഈ ഒരു പാർട്ടാണ് നമ്മൾ കുറച്ച് TDS ആയിട്ട് വിചാരിക്കുന്നത്. കുറച്ച് സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സപ്പോസ് ഇപ്പം നമ്മുടെ അവറുള്ള ഒരു ഡേറ്റ് ഹോളിഡേ വരുന്ന കണ്ടീഷൻ, ലൈക്ക് ഓണം ഹോളിഡേയ്സോ അത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ടോപ്പിക്ക് ബ്ലാങ്ക് ആയിട്ട് ലീവ് ചെയ്യുക, അതിനുശേഷം റിമാർക്സിൻ്റെ അവിടെ നമുക്ക് ഹോളിഡേയ്സ് എന്നുള്ള മാർക്ക് ചെയ്യാം. സിമിലർലി സീരീസ് ടെസ്റ്റ് വരുന്ന സമയത്തും നമ്മുടെ അക്കാഡമിക് കലണ്ടറിൽ ഉണ്ടാവും എപ്പോഴാണ് സീരീസ് വരുന്നതെന്നുള്ളത്. സോ ആ ഡേറ്റിൻ്റെ അവിടെയും ടോപ്പിക്ക് ബ്ലാങ്ക് ആക്കുക, റിമാർക്സിൽ ജസ്റ്റ് ഫസ്റ്റ് സീരീസ് എന്നുള്ള മാർക്ക് ചെയ്യാം. അത് കുറേ പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു.